വീക്കെൻഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായി പ്ലാൻ ചെയ്ത് നമുക്ക് പാലക്കാട് ഒന്ന് കറങ്ങി വന്നാലോ? കേരളത്തിൻ്റെ ഗ്രാമീണ നഗരമാണ് പാലക്കാട്. ആദ്യം തന്നെ നമ്മൾ പോയത് പാലക്കാട് കോട്ടയിലേക്കാണ്. നഗരത്തിൻ്റെ ഹൃദയമധ്യത്തിലുള്ള ഈ കോട്ട 1766 മൈസൂരിലെ ഹൈദരലി, അതായത് ടിപ്പുവിൻ്റെ പിതാവ് പണി കഴിപ്പിച്ച കോട്ടയാണ്. പിന്നീട് ഇത് ടിപ്പുവിൻ്റെ കോട്ടയായിട്ട് മാറുകയും ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസായി മാറുകയും ചെയ്തു. കോട്ടയ്ക്ക് രക്ഷയായി ഒരു കിടങ്ങും ഒരു ഹനുമാൻ ക്ഷേത്രവും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോയത് കൽപ്പാത്തി നദിക്കരയിലെ അഗ്രഹാരങ്ങൾ കാണാനാണ്. 15-ാം നൂറ്റാണ്ടിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ് പ്രസിദ്ധമായ രഥോത്സവത്തിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത്. പെരുമഴക്കാലം കണ്ട് എല്ലാവർക്കും അറിയാം, അതായത് പെരുമഴക്കാലം സിനിമ കണ്ട എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തെപ്പറ്റി കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടാവും. ഒരു വൈകുന്നേരത്തോടെ നമ്മൾ പിന്നീട് പോയത് മലമ്പുഴയിലേക്കാണ്. മലമ്പുഴ പട്ടണത്തിൽ റീസൈക്കിൾ ചെയ്ത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്. മലമ്പുഴയിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. 75 രൂപ മുതൽ 110 രൂപ വരെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഈ ഒരു പൈസയ്ക്ക് ഏറ്റവും വേർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ കേബിൾ കാർ. ഗാർഡൻ മുഴുവൻ ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ പോയത് കൊല്ലങ്കോടേക്കാണ്. കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് നിരവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഒരു പക്ഷേ ഞാൻ പോയതുമാണ്. പക്ഷേ മൺസൂണുള്ള കൊല്ലങ്കോട് കുറച്ചുകൂടെ മനോഹരിയാണ്. നെല്ലിയാമ്പതിയുടെയും സീതാർകുണ്ട് മലനിരകളുടെയും താഴ്വാരത്തിലെ ഒരു മനോഹര സുന്ദരമായ ഗ്രാമമാണ് കൊല്ലങ്കോട്. ഇവിടെ കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. കുടിലിടത്തിലെ പച്ചവിരിച്ച പാടങ്ങളും റാന്തൽ വിളക്കവും കൊണ്ട് ഉച്ചവരെ അവിടെ ചെലവഴിച്ച് അയ്യപ്പേട്ടൻ്റെ ലഞ്ച് ഹൗസിലേക്കാണ് പോയത്. അയ്യപ്പേട്ടൻ്റെ ലഞ്ച് ഹൗസ് ആരെങ്കിലും കൊല്ലങ്കോട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫുഡ് എക്സ്പീരിയൻസ് ആണ്. അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. ശരിക്കും കാണാൻ ഒരുപാട് കാഴ്ചകൾ പാലക്കാട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പാലക്കാടുള്ള ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നത് വീണ്ടും ഇവിടേക്ക് വരണമെന്നുള്ള ഓരോ തോന്നൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ പാലക്കാട് സത്യം പറഞ്ഞ ഈ 2 ദിവസത്തെ ട്രിപ്പിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഈ നഗരം നമുക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.